ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിത് ഗൈസ് എന്താ പറയുക, നാളെ നമ്മുടെ ബെക്കാമ ലാംബോർഡിന്റെ ഒരു പാക്ക് വരാൻ പോവാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് സ്പിൻ ചെയ്യണം ഗൈസ്. അപ്പം എനിക്കിപ്പോൾ 392 കോയിനായി ഗൈസ്. അപ്പം ഏകദേശം 500 ഹൈറ്റ് വേണം പെട്ടെന്ന് പ്രീമിയം എടുത്ത് തീർക്കാൻ. അപ്പം എന്താ പറയുക, നമ്മുടെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ട് നമ്മുടെ MSന്റെ ഗൈസ്. അപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച 28-ാം തീയതി, നമ്മുടെ 29-ാം തീയതിയാണ് ബാർസലോണന്റെ ആനിവേഴ്സറി വരുന്നത്. അപ്പം മിക്കവാറും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പം December 5-നാണ് ഗൈസ് നമ്മുടെ അപ്ഡേറ്റ് വരാൻ പോകണം. ഉറപ്പാണ്, കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ഏകദേശം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ 3 പാക്കുകൾ ഓപ്പൺ ചെയ്യാൻ പോകണം. നമ്മുടെ ഡ്രോഗ്ബ പാക്ക്, പിന്നെ നമ്മുടെ പോഗ്ബ പാക്ക്, പിന്നെ നമ്മുടെ പുതിയ വന്ന ബാർസലോണയുടെ പാക്കില്ലേ, അത് നമ്മൾ എന്തായാലും ഇന്ന് എടുക്കാൻ പോകണം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഡെയിലി 8 മണി രാത്രി ആകുമ്പോഴാണ് ലൈവ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പോൾ പുതിയതായി വരുന്നവർ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക, എൻ്റെ ID സഞ്ജയ് സുഖം എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നൈറ്റ് ലൈവിലൊക്കെ കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ എന്താ പറയുക ഗെയിം പ്ലാൻ ഒന്ന് ബേസ് ആക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഗൈസ് ഇതാ ഞാൻ 392 കോയിൻ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക MSN പാക്ക് ഇവിടെ ഉണ്ട്. എന്തായാലും ഗൈസ് ഞാൻ നെയ്മറിനെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 100 അല്ല 900 തോന്നുന്നു, 900 അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അലക്സാണ്ടർ ഇസാക്കിനെ എടുക്കുന്നു. സെക്കൻഡ് എല്ലാം ജസ്റ്റ് നോക്കുകയാണ് ഗൈസ്. ഇതൊരു പ്രൊബോളിറ്റി ഉള്ളതാണ്, കാരണം ഇത് വെച്ചിട്ടാണ് ഞാൻ പലരും എടുത്തു കൊടുത്തത് ഗൈസ്. ഓക്കെ ഗൈസ്. അതിനുശേഷം ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നോക്കുകയാണ്. എപ്പിക്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര ഡ്രോഗ്ബ കാർഡ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറച്ച് പേർക്ക് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു, 2, 3 ഒക്കെ ഗൈസ്. അപ്പം ഞാൻ ലേശം നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും ഗൈസ് കുറച്ച് പേര് പറഞ്ഞ എന്താ വെച്ചാൽ ഡ്രോഗ്ബ പാക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്നലെ ഗൈസ് നമ്മുടെ ലൈവിൽ ഹാളൻ്റെ വൈൻ സീനായിരുന്നു ഗൈസ്. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ നോക്കുകയാണ് നമ്മുടെ എല്ലാം ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ക്യാൻസൽ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡ്രോപ്പ് പെയിൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഫക്റ്റും കണ്ടീഷനും പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നു ഗൈസ്. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് കുറേ പേർക്ക് നമ്മുടെ എപ്പിക്കൊക്കെ അടിച്ചിട്ടുണ്ട് 100 ട്രൈയിൽ. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ആ വീഡിയോ ഉറപ്പായിട്ടും കാണണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല കോയിനൊന്നും. ഡ്രോപ്പ് പെയിൻ എടുക്കുന്ന ഗൈസ്. നാളെ പിന്നെ ബെക്കാമൊക്കെ വരാനുണ്ട്, എന്തായാലും സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ക്യാൻസൽ അടിക്കുന്നു ഗൈസ്. ഡ്രോപ്പ് പെയിൻ എടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഗൈസ് ഞാനിതാ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്ക് വരുന്നു ഗൈസ്. അപ്പോൾ 500 കോയിനാക്കിയിട്ട് വേണം പെട്ടെന്ന് തന്നെ ഗൈസ്. അപ്പോൾ ഞാൻ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ നമുക്ക് നോക്കാം. ഈ ഫുട്ബോൾ ഓർ കൊനാമി എടാ കിട്ടി. എടാ ബേസ് ആണ്. എടാ ഉള്ളിൽ മഞ്ഞുണ്ടോ ഗൈസ്? നമുക്ക് നോക്കാം. 1 മിനിറ്റ്. സംഭവം കത്തിയിട്ടുണ്ട് ഗൈസ്. ഇല്ലടാ ഇതാരാണ് ഗൈസ്? പച്ച കൊനാറ്റെ. എൻ്റെ പൊന്ന് ഗൈസ്, ഫ്രാൻസിന്റെ പാക്ക് തൊട്ടടുത്തുള്ള CB കിട്ടി. എൻ്റെ മോനെ ഭാഗ്യം, തൊട്ടടുത്ത് കൂടെ പോയി ഗൈസ്. നമ്മുടെ റോഗ്ബേനെ തൊട്ടടുത്തുള്ള പാക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഗൈസ് നിങ്ങൾക്ക് സെക്കൻഡറി ഒക്കെ ഉണ്ട്, ഉറപ്പായിട്ട് അടിക്കുന്ന ഒരു ട്രിക്കാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ അങ്ങനെ ഫ്രീ ചാൻസ് അടിക്കാൻ പോവാണ്. എന്തായാലും ഗൈസ് എനിക്ക് കിട്ടേണ്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലിംഗത്തിനെയാണ്. നമുക്ക് റൊണാൾഡോനെ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ടിൽ കിട്ടിയതാണ്. ഉറപ്പായിട്ടും ഫസ്റ്റ് ഞാൻ ഹാളൻഡിനെ എടുക്കുന്നു ഗൈസ്. പിന്നെ കുറച്ച് പേര് കമന്റ് ചെയ്തായിരുന്നു നമ്മുടെ എന്താ പറയുക ഇതിൽ വന്നിരിക്കുന്ന ഹാളൻഡ് ആയാലും റൊണാൾഡോ ആയാലും പിന്നെ റുഡ്രിഗർ, പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു പ്ലെയറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് പ്ലെയറാണ് അടിപൊളിയും ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല കാർഡാണ് ഗൈസ്. ഇന്നലെ ഹാളൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ലൈവിലൊരു ഓപ്പോണന്റുമായിട്ട് മുട്ടിയായിരുന്നു. നൈസാ ഗൈസ്. എന്താ പറയുക, എനിക്ക് തോന്നുന്നു വെറും 10-20 സെക്കൻഡ് കൊണ്ട് ചെക്കൻ ഗോൾ അടിച്ച് കയറി. അത് സീനായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ ക്യാൻസൽ അടിക്കുന്നു. ജസ്റ്റ് എനിക്ക് വേണ്ട പ്ലെയറിനെ ഞാനൊന്ന് എടുക്കുന്നു ഗൈസ്. എനിക്ക് കുറേ പേര് പറഞ്ഞത് ബെല്ലിംഗം കാർഡ് സീനാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ബെല്ലിംഗത്തിന് കിട്ടാനാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും എഫക്റ്റീവ് കണ്ടീഷനൊക്കെ ജസ്റ്റ് നോക്കുന്നു ഗൈസ്. ഇത് ഇങ്ങനെ ചെയ്ത് ഉറപ്പായും പ്രൊബോളിറ്റി കൂടും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഡിഫെൻസീവ് ആയാലും ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പിന്നെ അത്യാവശ്യം നല്ല ഇപ്രാവശ്യം വന്ന കാർഡുകളൊക്കെ പൊളി ഗൈസ്. ഇതിൽ വന്ന പോർട്ട്ബോൾ പാക്കുകൾ കുറച്ച് നല്ലതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്രീ ചാൻസ് അടിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഹിയർ വി ഗോ. ആരാ അടിക്കാന്നറിയില്ല. എന്തായാലും ഗൈസ് നോക്കുകയാണെങ്കിൽ തീപ്പൊരിയൊക്കെ ഉണ്ടോ ഗൈസ്? സംഭവം ഉണ്ട് ഉള്ളിൽ പച്ച സാധാരണ പോലെ കത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം റൊണാൾഡോയ്ക്ക് ഞാൻ കത്തിയിട്ടില്ല, അല്ലാണ്ടാ കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എടാ വൈറ്റ് ഉണ്ട്. ബെല്ലിംഗം വല്ലതും ആണോ ഗൈസ്? ആരത്? പാൽമ ഗൈസ്. പാൽമ എന്ന് പറഞ്ഞ പ്ലെയറാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ് എങ്ങനെയുണ്ട്. ലൂയിസ് പാൽമ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കിട്ടി. ഇന്നലെ ഒരാൾ കമന്റ് ചെയ്തായിരുന്നു ഈ ഒരു പ്ലെയർ പൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് LMF ആണ്. എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എപ്പിക് ബാർസലോണേൻ്റെ ഗൈസ്. അപ്പോൾ ഞാൻ 3 വീഡിയോ ഷോട്ട് ചെയ്ത് വെച്ചാട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഒരു ട്രൈ നടത്തിയതാണ്. അതാണ് ഇവിടെ നടുക്കുള്ളൊരു പ്ലെയറിനെ കിട്ടിയത് ഗൈസ്. അപ്പോൾ ഞാൻ സാവിയോണയിലാണ് ആദ്യം എടുക്കുന്നത്
ഗെയിം പ്ലാൻ ജസ്റ്റ് നിങ്ങൾ ബേസ് ഇട്ടാൽ മതി കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെന്ന് വെച്ചാൽ റിവാൾഡോ കാർഡ് ഓൾറെഡി എന്താ പറയുക എൻ്റെ ഒരെണ്ണം ഉണ്ട്, പക്ഷെ ഇതല്ല നമ്മുടെ പണ്ടത്തെ റിവാൾഡോ കാർഡ്. അതിനുശേഷം ഗൈസ് ഞാനിതാ നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൈസ് കിട്ടും. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ മെസ്സിൻ്റെ ട്രിക്കില്ലേ അത് ചെയ്തിട്ടാണ് ഒരു പ്രൊവോക്ക് ചെയ്ത് റിവാൾഡോനെ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗൈസ് ഞാൻ ഓൾറെഡി ഈ ഒരു ട്രിക്കാണ് അതിൽ പ്രയോഗിച്ചത്. എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം. ഇയർ വീക്കോ ഗൈസ്, എന്തായാലും ഞാൻ ഇന്നലെ പാട്രിക് എത്തിയായിരുന്നു നമ്മുടെ ലൈവിൽ. അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്, അത്യാവശ്യം ഓടി എടുക്കുന്നുണ്ട് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ഉണ്ട്, നമുക്കൊരു ക്യാൻസൽ അടിച്ചിട്ട് ഫ്രീ അങ്ങ് കൊടുക്കാം ഗൈസ്. ഒന്നും നോക്കുന്നില്ല, അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം FC ബാഴ്സലോണേനെ എന്താ അടിക്കുക. ഓ എടാ ബേസാണ് ഗൈസ്, ബേസാണ്. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക, ഉറപ്പായിട്ടും കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലെയർ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. അമേരിക്കൻ ലീഗിൽ ആരും കിട്ടി, യാങ്കോ എന്ന് പറഞ്ഞ ഡൊമിനിക് യാങ്കോ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെയാണ് ഗൈസ് കിട്ടിയത്. അപ്പോൾ ഗൈസ് എന്താ പറയുക, നമ്മൾ അങ്ങനെ നമ്മുടെ 3 പാക്കുകളും തുറന്നു. ഡ്രോഗ്ബേനെ തൊട്ടടുത്തുള്ള പ്ലെയറിനെ കിട്ടി, പിന്നെ പോർട്ടൽ പാക്കിലാണ് നമ്മുടെ ലൂയിസ് പാൽമേനെ കിട്ടി, പിന്നെ ബാർസലോണയുടെ കാര്യത്തിലാണ് യാങ്കോവിനെ കിട്ടി. അപ്പോൾ ഉറപ്പായിട്ടും ഗൈസ് എന്താ പറയുക ഗൈസ്, നമ്മുടെ ഷോട്ട് ഏകദേശം 7:02 ആ ഒരു ടൈമിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക ഡെയിലി. പിന്നെ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഇടാനിരിക്കുള്ളൂ ഗൈസ്. ഓക്കെ, പിന്നെ ലൈവ് എന്ന് നമ്മൾ നൈറ്റ് ഒരു 8 മണിക്ക് വരുന്നത്. പിന്നെ വ്യാഴാഴ്ചകളിലാണ് ഗൈസ് മെയിൻ്റെനൻസ് ലൈവ് ഉണ്ടാവുക. അപ്പോൾ ഗൈസ് എന്താ പറയുക, നമുക്കിനി വരാൻ പോകുന്ന December 5 ഒരു അപ്ഡേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അന്ന് വരാൻ പോകുന്ന പാക്കുകളെ പറ്റിയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാനുണ്ട്. ഉറപ്പായിട്ട് ഞാൻ 10 മണിയാകുമ്പോൾ ലൈവ് കയറുന്നതാണ് വരുന്ന December 5. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നാളെ ഗൈസ് എന്താ പറയുക, നമ്മുടെ ലാംബേർഡ് ബെക്കാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ട്രൈ ചെയ്യണം, ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ട്രിക്ക് ആയിരിക്കണം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി നൈറ്റ് കാണുന്നതായിരിക്കും, ലൈവ് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ ഗൈസ്.